18 കോടി രൂപ നമുക്ക് അങ്ങോട്ട് കയ്യിൽ തരും. എന്താ വിഷമമൊന്നുമില്ലല്ലോ. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 2 കോടി ജനങ്ങളും ഇത് നിർത്തലാക്കണമെന്നും ബാൻ ചെയ്യണമെന്നും ഇത് വലിയ പ്രശ്നമാണെന്നെല്ലാം പറയുന്നവരാ. ഈ 2 കോടി കുറ്റം പറയുന്ന ആൾക്കാരിൽ പലരും ആരും അറിയാതെയെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് ഒളിച്ചു വെക്കുന്നവരാ. കാരണം ഈ ദുരിതമെങ്ങാനും അടിച്ചെങ്കിലോ, പൈസ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ സർക്കാർ പറ്റിക്കുകയില്ല എന്നുള്ള പിന്നത്തെ കാര്യം. നമസ്കാരം. കേരള സംസ്ഥാന ലോട്ടറിയുടെ ക്രിസ്മസ് ബമ്പർ തകർത്ത് കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. 10% ഏജന്റ് കമ്മീഷനായിട്ട് മാറ്റുമെന്ന്. അതായത് 20 കോടിയുടെ 10% 2 കോടി രൂപ ഏജന്റ് കമ്മീഷനായിട്ട് മാറ്റും. ബാക്കി 18 കോടി രൂപ നമുക്ക് അങ്ങോട്ട് കയ്യിൽ തരും. എന്താ വിഷമമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾക്ക് തരാൻ വേണ്ടി 18 കോടി രൂപയുടെ മാറ്റി വെച്ചിട്ടുണ്ട്, ചാക്കി കെട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അവർക്കൊരു കുഴപ്പമില്ല തരുന്നതിന്. പക്ഷേ അവരെ തരാൻ അനുവദിക്കില്ല. ഇതാണ് പ്രശ്നം. ED എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഈ രാജ്യത്ത് ചില ട്രാൻസാക്ഷൻ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയമം അനുവദിക്കുന്നില്ല. അതിന് വിരുദ്ധമായിട്ട് നമുക്ക് ആ 18 കോടി ചാക്കി കെട്ടിയെടുത്ത് അങ്ങ് തന്നു കഴിഞ്ഞാൽ തൂങ്ങും. നമ്മളും തൂങ്ങും, തരുന്ന ഡിപ്പാർട്ട്മെന്റ് തൂങ്ങും. ഇതാണ് ഇതിന്റെ കാര്യം. 10,000-ന് മുകളിൽ ലോട്ടറി ടിക്കറ്റിലൂടെ സമ്മാനം നേടുന്ന എല്ലാ തുകയ്ക്കും 30% TDS എന്ന് പറയുന്ന ടാക്സ് കൊടുക്കണമെന്നാണ് നിയമം. TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ ടാക്സ് പിടിക്കുന്ന ഒരു രീതി. നമ്മൾക്ക് ആരാണോ തരുന്നത്, എപ്പോഴാണോ തരുന്നത്, ആ സമയത്ത് നമ്മളിൽ നിന്ന് 30% TDS പിടിച്ച് നമ്മളുടെ പേരിൽ കേന്ദ്ര സർക്കാരിന് അടയ്ക്കുക. നമ്മൾ അടച്ചതായിട്ടാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പിന്നെ അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളെ കണ്ടുപിടിച്ച് ഒക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊക്കെ ഇത്തിരി പ്രയാസമാണ്. നമ്മൾ ആരും അടയ്ക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. 18 കോടിയുടെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,40,00,000 രൂപ. അത് പോയി. ബാക്കി എത്രയുണ്ട്? 1260. ആ തുക നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സുഖം. അപ്പോ 12,60,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നില്ലേ? രക്ഷപ്പെട്ടില്ലേ? 400 രൂപയിലും മുടക്കിയിട്ടുള്ളൂ. കോൾ അടിച്ചല്ലോ. വരട്ടെ. ഇനിയുണ്ട്. നമ്മൾ ഈ പോറ്റി ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു പെനാൽറ്റി അടിക്കുന്ന പോലെ ഒരു ഉഴുന്നുവടയും കൂടെ കാണും. അതുപോലെ തന്നെ നമ്മൾ വലിയ സമ്മാനം നേടിയത് കൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും കൂടെ വെച്ചിട്ടുണ്ട്. ആ ഉഴുന്നുവടയുടെ പേരാണ് അഡീഷണൽ സെസ്. അത് 5 കോടിക്ക് മുകളിൽ സമ്മാനം നേടിയത് കൊണ്ടാട്ടോ. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ സാധനമില്ല. 5 കോടിക്ക് മുകളിൽ ആര് സമ്മാനം നേടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം കൊടുത്ത TDS തുക എത്രയാണോ, അതായത് 5,40,00,000 രൂപ നമ്മൾ ടാക്സ് അടച്ചു. ആ ടാക്സിന്റെ 37% ഈ അഡീഷണൽ സെസ് ആയിട്ട് വേറെ അടയ്ക്കണം. അത് നമ്മൾ സൗകര്യം പോലെ അടച്ചാൽ മതി. സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വയം അടച്ചാൽ മതി. അത് നമ്മളിന്ന് ആരും പിടിക്കില്ല. നമ്മൾ സ്വയം അടയ്ക്കേണ്ടതാണ്. അത് ഏകദേശം 2 കോടി രൂപ വരും. ആ 2 കോടിയും കൂടെ അടച്ചു കഴിഞ്ഞാൽ സുഖം സ്വസ്ഥം 10,60,00,000 രൂപ നമ്മുടെ ബാങ്കിൽ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അത് നമ്മുടെ പണമാണ്, പിന്നെ ആർക്കും കൊടുക്കണ്ട. അപ്പൊ ചിലർ ചോദിക്കും, 10,60,00,000 രൂപ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ പോരെ? വെറുതെ ആളെ പറ്റിക്കാനായിട്ട് 20 കോടി എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് ആളുകളെ അട്രാക്ട് ചെയ്ത് എല്ലാവരും പോയി വാങ്ങിച്ചതിന് ശേഷം 10,60,00,000 കൈ കിട്ടുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ എന്നാണ് പലരുടെയും ചോദ്യം. പോരാ, പറ്റില്ല അങ്ങനെ പറയാൻ. അതിന് കാരണമുണ്ട്. കേന്ദ്ര നികുതി നിയമങ്ങൾ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. പെർസെൻറ്റേജ് കൂടാം, പെർസെൻറ്റേജ് കുറയാം. ഇത് ലോട്ടറി അനൗൺസ് ചെയ്യുന്ന ദിവസത്തെ നിയമം അനുസരിച്ചല്ല. നമ്മൾക്ക് എന്നാണോ പണം കൈമാറ്റം ചെയ്യുന്നത് ആ ദിവസത്തെ ടാക്സേഷൻ നിയമമാണ് ഇതിന് ബാധകം. അത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? സംസ്ഥാന നികുതി ആയാലും കേന്ദ്ര നികുതി ആയാലും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മൾക്ക് എന്നാണോ കിട്ടുന്നത് അന്നത്തെ നികുതിയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ട് കയ്യിൽ എത്ര കിട്ടുന്ന ഒരിക്കലും ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 10% കമ്മീഷൻ പോകും, ബാക്കി 18 കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. അതേ പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുന്ന അന്നത്തെ നിയമം അനുസരിച്ചിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.